സർക്കാരിന് നിലപാടുണ്ട്, ജനം ടി വിക്ക് നിലപാടുണ്ട്, കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തർക്ക് നിലപാടുണ്ട്. പക്ഷേ പിണറായി സർക്കാരിന്റെ നിലപാട് എന്താണ്? ഈ വിഷയത്തിൽ ഒരു നിലപാടെടുക്കാൻ കഴിയാതെ, നിലപാടില്ലാതെ വട്ടം കറങ്ങുകയാണ് CPM. സാമുദായിക സംഘടനകളും ഭക്തരും യുവതീ പ്രവേശനത്തെ അതിരൂക്ഷമായി എതിർക്കുമ്പോൾ കൃത്യമായ ഒരു നിലപാട് പറയാൻ കഴിയാതെ കടുത്ത സമ്മർദ്ദത്തിലാണ് സംസ്ഥാന സർക്കാരും പാർട്ടിയും. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ എന്ത് നിലപാടെടുക്കുമെന്നറിയാതെ കുഴയുകയാണ് CPM. വിവരങ്ങളും വിശദാംശങ്ങളും നൽകാനായി ഞങ്ങളുടെ പ്രതിനിധി ബി വിനീഷ് തത്സമയം ചേരുകയാണ്. വിനീഷ്, ഒറ്റ ചോദ്യമേ ഉള്ളൂ, വളരെ ലളിതമായൊരു ചോദ്യം. യുവതീ പ്രവേശന വിഷയത്തിൽ നിങ്ങളുടെ നിലപാടെന്താണ് സർക്കാർ? തീർച്ചയായിട്ടും ശ്യാമേ, ആ ചോദ്യം പല ഘട്ടങ്ങളിലായി. കഴിഞ്ഞ ദിവസം നിയമമന്ത്രി പി രാജീവിനോടും ഒപ്പം തന്നെ ഇന്ന് MA ബേബിയോടൊക്കെ ചോദിക്കുമ്പോൾ മറുപടിയില്ല. അത് ഞങ്ങൾ നയപരമായ ഒരു തീരുമാനം കൈക്കൊള്ളും എന്ന തരത്തിൽ, അല്ലെങ്കിൽ മാറാത്തതായി ഒന്നുമില്ലല്ലോ എന്ന ഒരു മറുപടിയാണ് പി രാജീവിൻ്റെ ഭാഗത്തുനിന്ന്, നിയമമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അണികളെ ഇത്രയും കാലം പറഞ്ഞ് പഠിപ്പിച്ചിരുന്നത് വിശ്വാസം എന്നത് ഒരു ദുരാചാരമാണ്, അത് ആചാരമല്ല എന്ന തരത്തിൽ വിശ്വാസികൾ ആകാൻ ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ അണികൾക്ക് സാധിക്കില്ല എന്നായിരുന്നു കുറേ കാലം CPM അണികളെ പഠിപ്പിച്ചിരുന്നത്. ആ പഠിപ്പിച്ചത് എങ്ങനെ ഇനി മാറ്റി പറയും? ഒരു ചില ഘട്ടങ്ങളിലൊക്കെ CPM അതിന് ചില ന്യായീകരണ ക്യാപ്സൂളുകളുമായി രംഗത്തെത്തിയിരുന്നു. പക്ഷേ ഇവിടെ അടിതെറ്റി നിൽക്കുന്നത് സർക്കാരിനും CPM-നും തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകുന്നത് ദുരാചാരമാണ് ശബരിമലയിൽ നടക്കുന്നത്, ആചാരമല്ല, സ്ത്രീകൾക്ക് പ്രവേശനം നൽകാം എന്ന ഒരു നിലപാട് സുപ്രീം കോടതിയിൽ ഇടതുപക്ഷ സർക്കാർ നൽകുന്ന സാഹചര്യമുണ്ടായി, പിണറായി സർക്കാർ നൽകുന്ന സാഹചര്യമുണ്ടായി. ഈ ഘട്ടം മുതൽ തന്നെ വികാരം അല്ലെങ്കിൽ വിശ്വാസികളുടെ വികാരം സർക്കാരിനെതിരെ ഉയർന്നു, ഇടതുപക്ഷത്തിനെതിരെ ഉയർന്നു. ഈ ഘട്ടം ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യം വന്നിരിക്കുന്നു. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എന്ത് നിലപാട് സ്വീകരിക്കണമെന്നറിയാതെ, അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം എന്ത് നിലപാട് സ്വീകരിക്കണമെന്നറിയാതെ ആകെ കുഴയുന്ന ഒരു സാഹചര്യമാണ്. ഒരു തരത്തിലും നിലപാട് പരസ്യമായി നേതാക്കൾക്ക്, പ്രത്യേകിച്ച് നമുക്കറിയാം ഇടതുപക്ഷത്തിൻ്റെ നേതാക്കൾ പല ഘട്ടങ്ങളിലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം നടന്നാൽ അതിൽ പോലും ഒരു താത്വിക അവലോകനം നടത്തുന്ന ഇടതുപക്ഷ നേതാക്കൾ ഇക്കാര്യത്തിൽ മറുപടി പറയുന്നില്ല, ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കുന്നില്ല. നേരത്തെ നിലപാട് സുപ്രീം കോടതിയിൽ പറഞ്ഞത് ഇത്തരത്തിലാണ്: ശബരിമലയിൽ സ്ത്രീ പ്രവേശനം അനിവാര്യമാണ്, അത് അനിവാര്യമാക്കാൻ സർക്കാർ തയ്യാറാണെന്ന ഒരു നിലപാടായിരുന്നു, സത്യവാങ്മൂലമായിരുന്നു സുപ്രീം കോടതിയിൽ നൽകിയതെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ അത് ഏത് തരത്തിലാകും എന്നത് നോക്കി തന്നെ കാണേണ്ടിയിരിക്കുന്നു. കാരണം ഒരു തരത്തിലും നിലപാട് വ്യക്തമാക്കാൻ ഇടതുപക്ഷത്തിനോ സർക്കാരിനോ സാധിക്കുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം നിയമമന്ത്രി മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് നമ്മൾ തന്നെ പലതവണ ആവർത്തിച്ച് ചോദിച്ചതാണ്, ഏത് തരത്തിലായിരിക്കും കോടതിയുടെ ഒരു നിലപാട് വന്നിരിക്കുന്നു, സുപ്രീം കോടതിയിൽ ഏത് തരത്തിലുള്ള ഒരു നിലപാടായിരിക്കും സർക്കാർ അറിയിക്കുക എന്നതാണ്. അപ്പോൾ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് മറുപടിയായി വന്നത് മാറാത്തതായി ഒന്നുമില്ലല്ലോ എന്ന തരത്തിലാണ്. ആകെ ചുറ്റിക്കുഴഞ്ഞിരിക്കുകയാണ് സർക്കാരും ഇടതുപക്ഷവും എന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം തന്നെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കഴിഞ്ഞ 2 ദിവസം മുമ്പ് പാലക്കാട് പറഞ്ഞതും കൂടി കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിലാണ്: സ്ത്രീ പ്രവേശന ശബരിമലയിൽ അനിവാര്യമാണ് എന്ന നിലപാട് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ 2 ദിവസം മുമ്പ് പറയുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം എന്നും വിശ്വാസങ്ങളെ എതിർക്കുക, ആചാരങ്ങളെ ലംഘിക്കുക എന്ന ഒരു നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമൂഹത്തിൽ പൂർണ്ണമായും ഒരു പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഇടതുപക്ഷത്തിനുള്ളത്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് ശ്രീ KM ഷാജഹാൻ സർ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ശ്രീ KM ഷാജഹാൻ, അങ്ങൊരു നിയമവിദഗ്ധൻ കൂടിയാണ്. മാർച്ച് 14 എന്നൊരു ഡെഡ് ലൈൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സർക്കാരിന് മുമ്പാകെ വെച്ചിട്ടുണ്ട്. എന്നാലും ഇപ്പോഴും അല്പസമയം മുമ്പ് CPM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞത് എല്ലാം ഉചിതമായ സമയത്തുണ്ടാകും. ഇന്നലെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദ മാഷ് പറഞ്ഞത് കൈകാര്യം ചെയ്യേണ്ട പോലെ കൈകാര്യം ചെയ്യും. പി രാജീവ് ആണെങ്കിൽ പറഞ്ഞത് yes or no പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട ഒരു ചോദ്യമല്ലല്ലോ ഇത് എന്ന്. എന്താണ് അങ്ങയുടെ വിലയിരുത്തൽ? അല്ല, ഞാനിപ്പം അതല്ലാതൊരു വിലയിരുത്തൽ ആദ്യം നടത്തണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ അടിസ്ഥാനപരമായി ഞാനൊരു നിരീശ്വരവാദിയും കൂടെ ആണെങ്കിൽ പോലും ഈ അയ്യപ്പ കോപം എന്ന് വിശ്വാസികൾ പറയുന്നത്
അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ 2026 തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുന്നു എന്നതിന്റെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത സൂചനയാണ് സംസ്ഥാന സർക്കാരിന് ഒരു നിവൃത്തിയില്ലാത്തൊരു വിഷയത്തിലെ ചർച്ച, സുപ്രീം കോടതിയിലെ ചർച്ച തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് വന്നിരിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു നിരീശ്വരവാദിയാണെങ്കിലും ദൈവവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പൻ എന്ന് പറഞ്ഞ ഒരു ആരായാലും വിശ്വസിച്ചു പോകും അല്ലേ ശ്രീ കെ ഷാജഹാൻ? അതാ നിങ്ങൾ ആലോചിച്ച് നോക്കൂ 2019 ഈ വിഷയം വന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഖമടച്ച് അടി കിട്ടി, ഒരു സീറ്റിലേക്ക് ഒതുങ്ങി. അതിനുശേഷം ശബരിമല കൊള്ള വന്നു. ശബരിമല കൊള്ളയും സ്വമേധയാ കേസെടുത്തിട്ടാണ് ശബരിമല കൊള്ള വന്നത്, അല്ലാതെ ആരും ചെയ്തിട്ടല്ല. അവിടെയും വിശ്വാസികൾക്ക് വേണമെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം അയ്യപ്പനെ കാണാം. മൂന്നാമത്തെ പ്രാവശ്യം ഇപ്പോൾ ഇത് വന്നിരിക്കുന്നത് എപ്പോഴാണ്? ഒരു തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോഴാണ് ഈ തങ്ങളുടെ നിലപാട് സുപ്രീം കോടതിയിൽ പറയാൻ ഇപ്പോൾ ഇവർ നിർബന്ധിതരായിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ 2019 ശേഷം യുവതീ പ്രവേശം ഈ സംസ്ഥാന സർക്കാരിന്റെ ഒരു വെള്ളിടിയായിരിക്കും, മസ്തകത്തിനൊരു അടിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. ഇനി വിഷയത്തിലേക്ക് വരാം. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? 2017 അവസാനം കണ്ടാണെന്നാണ് എന്റെ ഓർമ്മ. ഒരു 5 അംഗ ബെഞ്ച് യുവതീ പ്രവേശം പല കാരണങ്ങൾ കൊണ്ടും ഭരണഘടനാ വിരുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് 2018 സെപ്റ്റംബർ 28 അതെ ഒരു വിധി പ്രഖ്യാപിച്ചു. അപ്പൊ ആ വിധി പ്രഖ്യാപിച്ചപ്പോ എന്താണ് സംസ്ഥാന സർക്കാർ അന്ന് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ചെയ്തത്? നമ്മൾ ഇന്ന് അത് ഒന്ന് ഓർത്തെടുക്കണം. കാരണം ഇത് കേരളത്തിലെ ഏതാണ്ട് ഒരു 45% വരുന്ന ഹിന്ദു സമൂഹത്തിന്റെ അവരുടെ നൂറ്റാണ്ടുകൾ നിലനിൽക്കുന്ന ആചാരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് ഈ വിഷയം. CPM-ന്റെ പോലും പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞ ഹിന്ദു വോട്ട് ബാങ്കാണ്. സ്വാഭാവികമായും ആ വിഷയത്തിൽ ഇതുപോലൊരു വിധി വരുമ്പോൾ അതിനെ ഏതൊരു സർക്കാരും വളരെ അവധാനതയോടുകൂടി വളരെ ചിന്തിച്ചുറച്ച് ആണ് അതിനകത്ത് സമീപനമെടുക്കുക. അന്ന് പിണറായി വിജയൻ എന്താ ചെയ്തത്? പിണറായി വിജയൻ ഒരു നവോത്ഥാന നായകനും രണ്ടാം ശ്രീനാരായണ ഗുരുവാകാനും വേണ്ടിയിട്ടുള്ള പിണറായി വിജയന്റെ ഒരൊറ്റ പിടിവാശി. അന്ന് എനിക്കന്ന് ഓർമ്മയുണ്ട്. അന്ന് ഏതോ ഒരു പിന്നെ സീനിയർ ആയിട്ടുള്ള മാധ്യമ പ്രവർത്തകൻ അന്ന് പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണനോട് ചെന്നിട്ട് പറഞ്ഞു, സാറേ ഇത് ഭയങ്കര വിഷയമാണ്, ഇതിനകത്ത് ഇങ്ങനെ മുന്നോട്ട് പോകരുത്, ഇത് നിങ്ങളുടെ പാർട്ടിക്കൊക്കെ വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞത്, ആ മാധ്യമ പ്രവർത്തകനോട് കോടിയേരി ബാലകൃഷ്ണൻ പറയാണ്, നിങ്ങളൊന്ന് CM-നെ കണ്ടു പറയാൻ എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ ഒരൊറ്റ വാശി. അന്ന് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. മറ്റേ ബിന്ദു അമ്മിണിയും വേറൊരു വനിതയും കൂടെ അവിടെ കയറ്റിയല്ലോ, അവരുടെ പേരുണ്ടായിരുന്നു കനകദുർഗയും ബിന്ദു അമ്മിണിയെയും വേഷപ്രച്ഛന്നയായി ഇന്ന് ജയിലിൽ കിടക്കുന്ന മറ്റേ ഇയാളുണ്ടല്ലോ KP ശങ്കരദാസിന്റെ മകൻ ഹരിശങ്കർ, കണ്ണൂരിൽ നിന്നുള്ള ഒരു സംഘം പോലീസുകാരുടെ അകമ്പടിയോടുകൂടി, നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, ആ 2 സ്ത്രീകളെയും ശബരിമല കയറ്റാൻ വേണ്ടിയിട്ട് ഈ പോലീസുകാർ ഒരു സംഘത്തിനെ കണ്ണൂരിൽ നിന്നാണ് കൊണ്ടുവന്ന് അവരെ അവിടെ എവിടെയോ താമസിപ്പിച്ച് ആരോ പ്രേമേന്ദ്രനെ മറ്റോ പറഞ്ഞ പോലെ എന്തോ ബീഫൊക്കെ മേടിച്ച് കൊടുപ്പിച്ച് അവരെ വേഷപ്രച്ഛന്നരാക്കി അവിടെ കൊണ്ടുവന്ന് കയറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും അത് വലിയ വാർത്തയായി. അപ്പോൾ സാക്ഷാൽ പിണറായി വിജയൻ തിരുവനന്തപുരത്ത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ട്രെയിൻ ഇറങ്ങി. അപ്പോൾ ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനെ 2 സ്ത്രീകൾ ഇങ്ങനെ കയറ്റിയെന്ന് പറഞ്ഞു. അത് കയറ്റിയിട്ടുണ്ടെങ്കിൽ അത് ശരിയായിരിക്കും എന്ന് പറഞ്ഞ് നെഞ്ചു വിരിച്ചു നിന്നും അപ്പടിച്ച ഒരാളാണ് പിണറായി വിജയൻ. അന്ന് എല്ലാ ജില്ലകളിലും പിണറായി വിജയൻ പോയി നവോത്ഥാന പ്രസംഗങ്ങൾ നടത്തി. അന്ന് വനിതകള് അവിടെ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ എന്തോ ഒരു ശുദ്ധികലശോ പോലെയോ മറ്റോ നടത്തിയതിന് തന്ത്രിയെ ഇനി പിണറായി വിജയൻ പറയാൻ തെറി ഒന്നും ബാക്കിയില്ല. അയാൾ മാനം മര്യാദ ഉള്ളവനാണെങ്കിൽ അയാൾ അവിടുന്ന് ഇറങ്ങി പോകണം എന്നാണ് പിണറായി വിജയൻ അന്ന് പറഞ്ഞത്. എന്നിട്ട് അതിനുശേഷം ഓർമ്മയില്ലേ, 50 കോടി രൂപ ഖജനാവിൽ നിന്നെടുത്ത് വനിതാ മതിൽ, അതെ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഉണ്ടാക്കി.
മനസ്സിലായില്ലേ? അപ്പം ഇത്രയും വലിയൊരു മതവിഭാഗത്തിന്റെ ആചാരങ്ങളുടെ ലംഘനമായിട്ട് ഇത് വരുമെന്നുള്ളത് കൊണ്ട് ഇത് വളരെ സുസൂക്ഷ്മം കൈകാര്യം ചെയ്യുന്നതിന് പകരം ഞാൻ ഒന്നുകൂടി ആവർത്തിച്ചു പറയുന്നു, പിണറായി വിജയന്റെ 2ാം ശ്രീനാരായണ ഗുരു ആകണം. അന്ന് എന്താ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ? അന്ന് പറഞ്ഞത് ഞങ്ങൾക്കിതൊന്നും അല്ല പ്രശ്നം, ഞങ്ങൾക്ക് 5 വോട്ടും 10 വോട്ടും 10 സീറ്റൊന്നും അല്ല പ്രശ്നം, ഞങ്ങൾക്ക് നവോത്ഥാന മൂല്യങ്ങൾ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രതിജ്ഞാബദ്ധർ. അതുകൊണ്ട് എന്തു വില കൊടുത്തും ആരെതിർത്താലും ഏതവൻ വന്ന് എതിർത്താലും ഞങ്ങൾ സ്ത്രീകളെ അവിടെ കയറ്റിയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കയറ്റിയ ഈ സർക്കാര് ഇപ്പൊ സമത്താപരാധം പറഞ്ഞ് നിലത്ത് കിടന്ന് എഴഞ്ഞെഴഞ്ഞ് പാമ്പെഴയുന്ന പോലെ എഴഞ്ഞെഴഞ്ഞെഴഞ്ഞു പോയി അവിടെ സുപ്രീം കോടതിയിൽ ഈ അഫിഡവിറ്റ് തിരുത്തുന്നത് നമ്മൾ കാണും. അത് തിരുത്തുമ്പോൾ ദൈവവിശ്വാസികൾ അയ്യപ്പൻ മഹാനാണെന്ന് ദൈവവിശ്വാസികൾ പറയും. കാരണം ഞാനൊരു നിരീശ്വരവാദിയാണ്, ഞാൻ ദൈവവിശ്വാസികളുടെ ആട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അത് സംഭവിക്കാൻ പോവാണ്. അത് ഈ തെരഞ്ഞെടുപ്പിലെ ഈ ഇടതുപക്ഷ സർക്കാരിന്റെയും പ്രത്യേകിച്ച് പിണറായി വിജയൻ എന്ന് പറഞ്ഞ നേതാവിന്റെ അയാളുടെ പിടിവാശിക്ക് അയാളുടെ മസ്തകം പൊളിയുന്ന ഒരു തീരുമാനമായിരിക്കും അവിടെ ഉണ്ടാകാൻ പോകുന്നത്. അത് തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് വന്നു എന്ന് പറയുമ്പോൾ ദൈവവിശ്വാസികൾക്ക് ദൈവത്തിൽ കൂടുതൽ വിശ്വാസം, അയ്യപ്പനിൽ കൂടുതൽ വിശ്വാസം ഉണ്ടാകും എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയില്ല. താങ്ക് യു സർ. ഇതിലും മനോഹരമായും കുറിക്കുകൊള്ളുന്ന രീതിയിലും ഒരുപക്ഷെ ശ്രീ KM ഷാജഹാൻ അല്ലാതെ മറ്റൊരാൾക്കും പറയാൻ സാധിക്കില്ല. താങ്ക് യു സോ മച്ച് ഈ നിമിഷം ഞങ്ങൾക്കൊപ്പം പ്രതികരിച്ചതിന്. ശ്രീ KM ഷാജഹാനാണ് കൃത്യമായ വിലയിരുത്തൽ നൽകിയത്. വീണ്ടും ബിനീഷിലേക്ക് പോവുകയാണ്. ബിനീഷ്, ശ്രീ KM ഷാജഹാൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയില്ലേ എന്ന്. ജനം TV-ക്ക് അല്ലാതെ മറ്റാർക്കാണ് അതൊക്കെ ഓർമ്മയുണ്ടാവുക എന്ന് ഞാൻ ഒന്ന് ആഡ് ചെയ്യുകയാണ് ബിനീഷ്. അന്ന് നെഞ്ച് തകർന്നുകൊണ്ട് വ്രണിത ഹൃദയരായിക്കൊണ്ട് കോടാനുകോടി വരുന്ന അയ്യപ്പ ഭക്തർ മുഴുവൻ ജനം TV സ്ക്രീനിലൂടെയാണ് ഈ തോന്നിവാസങ്ങൾ മുഴുവൻ കണ്ടുകൊണ്ടിരുന്നത്. സ്വാഭാവികമായിട്ടും അന്നും അതേ നിലപാടാണ് ഞങ്ങൾക്ക്, ഇന്നും അതേ നിലപാടാണ്. ഇനി മാധ്യമപ്രവർത്തനം നടക്കുന്ന കാലത്തോളം ഞങ്ങൾക്ക് ഒരൊറ്റ നിലപാടേ ഉള്ളൂ, അത് ഭക്തർക്കൊപ്പമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബിനീഷ്, ചില പരാമർശങ്ങൾ അതിൽ ഏറ്റവും കൂടുതൽ ഭഗവാനെ അധിക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞത് സ്വരാജാണ്. സ്വരാജിൻ്റെ 2018 ഒരു മനോരമയിൽ വന്നൊരു വാർത്ത ഞാനിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വിശ്വാസികളുടെ പ്രതിഷേധമൊന്നും വലിയ അപകടകരമായിട്ടൊന്നും കാണണ്ട, അതൊന്നും വലിയ പ്രശ്നമേ അല്ല. 1000 തെരഞ്ഞെടുപ്പുകളിൽ തോറ്റാലും കേരളത്തെ ഇരുട്ടിലേക്ക് നയിക്കുന്ന ഒരു നിലപാടിനെ DYFI പിന്തുണയ്ക്കില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ അട്ടഹാസം സ്വരാജിന്റെ ഭാഗത്ത് അന്നുണ്ടായിരുന്നു. ആ അട്ടഹാസമൊക്കെ ഇന്ന് കാണാനേ ഇല്ല. തീർച്ചയായിട്ടും ശ്യാമേ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് വോട്ടാണല്ലോ. ആ വോട്ട് പിടിക്കാൻ CPM ഏതറ്റം വരെ പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. അന്ന് നേരത്തെ KM ഷാജഹാൻ പറഞ്ഞതുപോലെ വലിയ നവോത്ഥാന നേതാവ് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പരിവേഷം കെട്ടാൻ പിണറായി വിജയൻ ശ്രമിച്ചെങ്കിൽ പോലും അത് വിശ്വാസങ്ങളുടെ മേലുള്ള കടന്നുകയറ്റമാണെന്ന് വിശ്വാസികൾ മനസ്സിലാക്കി എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഷാജഹാൻ സൂചിപ്പിച്ചതുപോലെ 2019 എന്ത് സംഭവിച്ചു എന്ന് ഇത്തവണ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മുഖ്യമന്ത്രി ആലോചിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അന്ന് സ്വരാജ് പറഞ്ഞ ഇത്തരത്തിലുള്ള നവോത്ഥാനവും അല്ലെങ്കിൽ ഇത്തരത്തിൽ പറഞ്ഞ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച വലിയ രീതിയിലുള്ള ആചാര ലംഘനങ്ങളും ഇത്തവണ എന്തായിരുന്നാലും CPM-ന് പറയാൻ സാധിക്കില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അണികളെ പറഞ്ഞ് പറ്റിക്കുന്നതിലും ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കുന്നതിലും എല്ലാത്തിലും പരിധികളുണ്ട് എന്ന് CPM നേതാക്കൾ തിരിച്ചറിയുന്നു എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് CPM സെക്രട്ടറി ആയിട്ടുള്ള CPM സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദനും ഒപ്പം തന്നെ MA ബേബി അടക്കമുള്ളവർ പറയുന്നത് ചില കാര്യങ്ങളൊക്കെ പരിശോധിക്കും, പക്ഷെ അതിനനുസരിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലപാടിൽ നിന്ന് വ്യത്യാസം ഇത്തവണ CPM-ന് ഉണ്ടാകും എന്ന് തന്നെയാണ്. ഒന്നുകൂടി ഇടപെടുകയാണ്. ഇപ്പോൾ നമുക്കൊപ്പം തത്സമയം പ്രതികരിക്കുകയാണ് BJP സംസ്ഥാന വക്താവ് കൂടിയായ മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയായ ശ്രീ റെജി ലൂക്കോസ്. ശ്രീ റെജി ലൂക്കോസ്, ഒന്ന് ആലോചിച്ച് നോക്കൂ, CPM-ന് ഒരു നിലപാടെടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. യെസ് ഓർ നോ എന്ന് പറയേണ്ട ഒരു ചോദ്യമാണോ ഈ ചോദിച്ചത് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് മെഴുകുകയാണ്. ഇന്നലെയും ഇന്നൊക്കെ നമ്മൾ കണ്ടു MA ബേബി ഇന്ന് പറഞ്ഞത് അതൊക്കെ ഉചിതമായ സമയത്ത് അങ്ങ് പറയുമെന്ന്. പഴയ ധാർഷ്ട്യമൊക്കെ ഓർമ്മയില്ലേ ശ്രീ റെജി ലൂക്കോസ്? എന്തുകൊണ്ട് അതൊന്നും പറയാൻ കഴിയുന്നില്ല? ലളിതമായ ഒരേ ഒരു ചോദ്യമേ നമുക്ക് ചോദിക്കാനുള്ളൂ. യുവതീ പ്രവേശന വിഷയത്തിൽ സർക്കാരെ, പ്രിയപ്പെട്ട CPM നേതാക്കളെ, നിങ്ങളുടെ നിലപാടെന്ത്?
നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, പ്രത്യേകിച്ച് ഞങ്ങളുടെ കോട്ടയം ജില്ലയിലൊക്കെ, ചെകുത്താനും കടലിലും നടുവിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവർ ആ അവസ്ഥയിലെത്തിയിരിക്കുക. ഇവർക്ക് എന്ത് തീരുമാനമെടുക്കാൻ പറ്റും? യുവതി പ്രവേശനത്തിന് അനുകൂലിച്ചുകൊണ്ട് ശബരിമലയെ ലോകത്തിന്റെ മുമ്പിൽ അപമാനിക്കാനായിട്ട് ഈ പറയുന്ന പല സ്ത്രീകളെയും പാദയാത്രയ്ക്ക് അവിടെ കയറ്റാനുള്ള ശ്രമം നടത്തി. അതിനെയൊക്കെ ചേർത്ത് കേരളത്തിലെ അയ്യപ്പ വിശ്വാസികളും കേരളത്തിലെ മതേതര വിശ്വാസികളും നടത്തിയ ഒരു വലിയ പോരാട്ടമുണ്ട് CPM-ന്റെയും LDF സർക്കാരിനെതിരെ. അത് വിജയിച്ചു വന്നപ്പോൾ ഈ പറയുന്ന കേരളത്തിന്റെ അന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞത് സുപ്രീം കോടതി വിധിക്ക് അനുസൃതമായിട്ട് ഞങ്ങൾ നിലനിൽക്കുന്ന പറയുന്നത്. സുപ്രീം കോടതി വിധി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് 5 അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയായിരുന്നുവെങ്കിലും ആചാരാനുഷ്ഠാനങ്ങളുടെ കാര്യത്തിൽ അത് എങ്ങനെ പാലിക്കാനും അത് നിലകൊള്ളാനുമുള്ള അവകാശമുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. കോടിക്കണക്കിന് വിശ്വാസ സമൂഹത്തിന്റെ മനസ്സിൽ അല്ലെങ്കിൽ അവരെ വ്രണപ്പെടുത്തിക്കൊണ്ട് അന്ന് ഇടതുപക്ഷ സർക്കാർ നടത്തിയ ഈ നാടകങ്ങൾ നമുക്കറിയാമല്ലോ. രഹ്ന ഫാത്തിമയെ ഉൾപ്പെടെയുള്ളവരെ മനകയറ്റാനായിട്ട് നടത്തിയ നാടകങ്ങൾ കേരളത്തിന്റെ പൊതു മനസാക്ഷിയെ വേദനിപ്പിച്ചിരുന്നു. ഇനി അവരെന്ത് നിലപാടെടുക്കും? അവർക്കിനി അവരുടെ ഈ പറഞ്ഞ 2018 നിലപാടിനോടൊപ്പം നിൽക്കുമോ, അതോ അത് മാറ്റി ഇനി യുവതി പ്രവേശനത്തിന് നമ്മൾ അനുകൂലമാണെന്ന് കോടതിയിൽ പറയാനുള്ള സാഹചര്യത്തിലേക്ക് അവർ വഴുതി വീഴുമോ? ഈ ഒരു ചോദ്യമാണ് ഇപ്പോൾ കേരളം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടിൽ എന്ത് തീരുമാനം എടുത്താലും കേരളത്തിന്റെ പൊതു മനസാക്ഷിയുടെ മുമ്പിൽ CPM LDF ഒരു ചോദ്യചിഹ്നമായി മാറും. കാരണം യുവതി പ്രവേശനത്തിന് അനുകൂലമായ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്കെതിരെ അത് അടിച്ചമർത്താനും നിരവധി ഏതാണ്ട് 4,000-ഓളം മനുഷ്യരെ കേസിൽ കൊടുക്കുകയും ഒക്കെ ചെയ്ത ഈ രാഷ്ട്രീയ പ്രസ്ഥാനവും അത് നേതൃത്വം കൊടുക്കുന്ന സർക്കാരും ഇനി എന്ത് നിലപാടെടുക്കും? ഇനി തങ്ങൾ ശബരിമലയിൽ യുവതി പ്രവേശനത്തിന് എതിരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് കൊടി പിടിച്ച് കേരളത്തിലുടനീളം പ്രക്ഷോഭങ്ങൾ നടത്തി കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തെ പോലും ചോദ്യം ചെയ്ത് ശബരിമലയിൽ വരുന്ന അയ്യപ്പഭക്തന്മാരുടെ പോലും വെക്കിട്ട് കയറിയ സഖാക്കളുടെ അടുത്ത് ഇവരെന്ത് ന്യായീകരണം പറയാൻ പറ്റുന്നേ? ഇവർക്ക് എന്ത് ന്യായീകരണം പറയാൻ പറ്റും? ഇനി ഞങ്ങൾ ഇപ്പോൾ അന്നത്തെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു, ശബരിമലയിൽ സ്ത്രീകളെ കയറ്റുന്നതിന് അനുകൂലിക്കുന്നു എന്ന് ഇവർക്ക് പറയാൻ പറ്റുമോ? അപ്പൊ ഇങ്ങനെ രണ്ട് വൈരുദ്ധ്യങ്ങളുടെ നടുവിലാണ് ഈ പാർട്ടി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട MA ബേബി പറഞ്ഞത് ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കുന്നത്. ഈ ചോദ്യം, ഈ സംസാരം തന്നെ ബലഹീനമായ കേരളീയ പൊതുസമൂഹത്തിന്റെ പൊതുജനങ്ങളുടെ മുമ്പിൽ ചോദ്യചിഹ്നമായി മാറിയിരിക്കുന്നത് സർക്കാരിന്റെയും അതിന് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെയും നിസ്സഹായാവസ്ഥയാണ് നമ്മളിലൂടെ മനസ്സിലാക്കേണ്ടത്. ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞു, അയ്യപ്പ സംഗമത്തിന്റെ പേരിലും നടത്തിയ കൊടുങ്കൊള്ള, ശബരിമല ശ്രീധർമ്മശാസ്താവിന്റെ ക്ഷേത്രത്തിൽ നടത്തിയ സ്വർണ്ണക്കൊള്ളയ്ക്കൊക്കെ മറുപടി പറയാൻ ഇവർക്ക് കെൽപ്പില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. കേരളത്തിലെ ജനങ്ങൾ ഇനി ഇവരെ ഈ കാര്യങ്ങളുടെ അധികാരത്തിലേക്കും കേരളത്തിന്റെ ഭരണത്തിലേക്കും ഇവരെ ഒരു കാരണവശാലും കൊണ്ടുവരത്തില്ല. ശബരിമല ധർമ്മശാസ്താവിന്റെ പ്രശസ്തി ആഗോളവൽക്കരിക്കാൻ നടത്തിയ നാടകങ്ങള് അപമാനമായി ലോകത്തിലെ അയ്യപ്പ വിശ്വാസികളുടെയും മതേതര മനസാക്ഷിക്കും വലിയ മുറിവേറ്റിരിക്കുന്നു. എന്താ കാരണം? മൂന്നാറിൽ പോയി ഒരു റൂം എടുത്തിരിക്കുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അന്തി ഉറങ്ങാനായിട്ട് 2 ലക്ഷം രൂപയുടെ ചെലവ് വന്നിരിക്കുന്നു. ഇങ്ങനെ എന്തെല്ലാം തട്ടിപ്പുകൾ, നടക്കാത്ത പരിപാടിക്ക് വേണ്ടി 8 ലക്ഷം രൂപ കവർന്നെടുത്തിരിക്കുന്നു. ഇങ്ങനെ ഓരോന്ന് 7.5 ലക്ഷം രൂപ ഡീസൽ അടിച്ചെന്നും പറഞ്ഞ് കവർന്നെടുത്തിരിക്കുന്നു. അപ്പൊ ശബരിമലയെ കൊള്ളയടിക്കാനായിട്ടുള്ളൊരു സ്ഥാപനമായി മാറ്റിയ ഈ ഇടതുപക്ഷ സർക്കാർ, അതിന് നേതൃത്വം നൽകിയ ദേവസ്വം ബോർഡും അന്നത്തെ പ്രസിഡന്റും ഒക്കെ കേരളത്തിൽ കുറ്റവാളികളുടെ പരിവേഷത്തിലാണ്. അത് ശബരിമലയെ സംബന്ധിച്ചോട് കേരളത്തിന്റെ ഏറ്റവും ഞാൻ CPM-ന് വിട്ടുപോകുന്നതിന് മുമ്പ് പോലും ചാനൽ ഡിബേറ്റുകളിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, ശബരിമലയോട് കാണിച്ച അതിക്രമങ്ങൾ ഓർക്കത്തില്ല എന്നുള്ളത്. ഇന്നും CPM-ന്റെ ഒരു ജില്ലാ കമ്മിറ്റി മെമ്പർ ജയിലിൽ കിടക്കുക. അയാൾക്കെതിരെ ഒരു നടപടി പോലും പാർട്ടി തലത്തിൽ ഇവർ എടുത്തിട്ടില്ല. ഇവർ നിസ്സഹായരാണ്. കാരണം ഈ പങ്ക് ആർക്കൊക്കെ പോയെന്നുള്ളവരും അയാൾ വിളിച്ചു പറയും. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞു, സുപ്രീം കോടതിയിൽ ഇവരേത് അഫിഡവിറ്റ് കൊടുത്താലും കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഇവര് വിചാരണ ചെയ്യപ്പെടുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എനിക്ക് ഓർമ്മയുണ്ട് ശ്രീ റെജി ലൂക്കോസ്, അങ്ങയുടെ ആ നിലപാട് അന്ന് അങ്ങ് BJP-യിൽ എത്തുന്നതിന് മുമ്പ് CPM ആശയങ്ങളുമായി സഞ്ചരിക്കുന്ന സമയത്ത് തന്നെ അങ്ങ് കൃത്യമായ നിലപാടെടുത്തതാണ്. ശബരിമല വിഷയത്തിൽ ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന്. തീർച്ചയായും ആ നിലപാടിനുള്ള ശക്തമായൊരു പിന്തുണയും അഭിനന്ദനവും കൂടെ അറിയിക്കുകയാണ് ഞങ്ങൾ ടീം ജനം. വളരെ നന്ദി ശ്രീ റെജി ലൂക്കോസ് ഈ നിമിഷം ഞങ്ങളോട് പ്രതികരിച്ചത്. വിനീഷാണ് വിശദാംശങ്ങൾ വിലയിരുത്തൽ നൽകിയത്.